ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുരിങ്ങക്കായ കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ. തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു വലിയ തക്കാളി അരിഞ്ഞത് കൂടെ ചേർക്കാം. ഞാനിവിടെ വലിയ തക്കാളി എടുത്തത് അല്പം പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയൊരു പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായുടെ കഷ്ണങ്ങൾ കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ഞാനിവിടെ വളരെ കട്ടിയായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് അരച്ചെടുക്കാവുന്നതാണ്. ഇനി അല്പം കരിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങയുടെ അരപ്പൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ടുള്ള വറവ് തയ്യാറാക്കാം. അതിനായിട്ട് കടുക് പൊട്ടിച്ച് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്